കാസർഗോഡ് ജില്ലയിലും ശക്തമായ മഴ തുടരുകയാണ്. നിലവിൽ ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരദേശ മേഖലകളിൽ കടലാക്രമണവും രൂക്ഷമായി തുടരുന്നു. വിശദാംശങ്ങളുമായി സതീശൻ ചേർന്നു. സതീശൻ, റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലൊന്നാണ് കാസർഗോഡ്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കാസർഗോഡ് ജില്ലയിൽ തുടർച്ചയായ ശക്തമായ മഴ തുടരുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ കാസർഗോഡ് ജില്ലയിലെ ബായാർ പ്രദേശത്ത് 121.5 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയതായി പറയുന്നുണ്ട്. ഇതേ തുടർന്ന് ഉപ്പള പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് കാസർഗോഡ് ഉൾപ്പെടെ 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മലയോര മേഖലയിൽ ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ തായനി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ നിന്ന് പുതിയ മഴക്കെടുതികൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കർണാടക വനമേഖലയിലെ മലവെള്ളപ്പാച്ചിൽ കാരണം തേജസ്വിനി, കാര്യങ്കോട് പുഴകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കരകവിഞ്ഞൊഴുകുകയുണ്ടായി. പാലായി, നീലായി, ചാത്തമത്ത്, പോടോത്തുരുത്തി, കൊല്ലാട തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരുന്നു. എന്നാൽ ഇന്ന് ഇതുവരെയും കാര്യമായ പ്രശ്നങ്ങളൊന്നും പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ക്രമേണ വെള്ളക്കെട്ടുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാവുന്നത്. എന്നാൽ തീരദേശത്ത് കടലാക്രമണം രൂക്ഷമായി തുടരുകയാണ്. മൊഗ്രാൽ പുത്തൂരിലെ കാവുകോളിയിൽ ചാരങ്കൈ കാവുകോളി തീരദേശ റോഡ് പൂർണ്ണമായി കടലെടുത്ത സ്ഥിതിയിലാണ്. ഏകദേശം 200 കുടുംബാംഗങ്ങൾ റോഡ് ഇല്ലാതെ ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. ഉപ്പള, നെല്ലിക്കുന്ന്, ഉദുമ, പള്ളിക്കര, മുസോടി എന്നിവിടങ്ങളിലും കടലാക്രമണം രൂക്ഷമായ രീതിയിൽ തുടരുകയാണ്. ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന 100 കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ആശങ്കയിലാണ്. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 4 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 155 പേർ താമസിക്കുന്നുണ്ട്. തായനി GHSS ക്യാമ്പിലെ 17 കുടുംബാംഗങ്ങളിലെ 67 പേർ ബന്ധുവീടുകളിലേക്ക് മാറി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തീരദേശ മലയോര മേഖലകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഭരണകൂടം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മഴ ക്രമേണ കുറയുമെന്നാണ് പ്രതീക്ഷയെങ്കിലും റെഡ് അലർട്ട് തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത അനിവാര്യമാണ് എന്നാണ് കാസർഗോഡ് ജില്ലയിലെ മഴക്കെടുതി സംബന്ധിച്ച് പറയാൻ പറ്റുന്നത്.